ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ വർഷവും ആടി സെയിൽ നടത്തുന്ന കല്യാൺ സിൽക്സിൻ്റെ വരുമാനം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കല്യാൺ സിൽക്സിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വായിക്കാം. അത് ഈ ബ്രാൻഡിനെ പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക് കൂടി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ പൃഥ്വിരാജാണ് കല്യാൺ സിൽക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. 1909 കല്യാൺ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. TS കല്യാണരാമനാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളാണ് ഇപ്പോൾ കല്യാണിൻ്റെ വിവിധ ബിസിനസ്സുകളിൽ സാരഥികളായിട്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ TS പട്ടാഭിരാമനാണ് കല്യാൺ സിൽക്സിൻ്റെ ചെയർമാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു കൊച്ചുമകൻ സെയിം പേരിൽ തന്നെയുള്ള TS കല്യാണരാമനാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഫൗണ്ടറും അതുപോലെ തന്നെ ചെയർമാനും. കല്യാൺ സിൽക്സിന് ഏകദേശം 34 ഷോറൂമുകളാണ് ഉള്ളത്. തൃശ്ശൂർ ആസ്ഥാനമായാണ് കല്യാൺ സിൽക്സിൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കല്യാൺ സിൽക്സ് തൃശ്ശൂർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ നമുക്കിനി കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ കമ്പനിയുടെ വരവ് എത്ര, ചിലവ് എത്ര തുടങ്ങിയ കാര്യങ്ങളും നോക്കാം. കല്യാൺ സിൽക്സിന് മെയിനായിട്ട് 3 ഷെയർ ഹോൾഡേഴ്സാണുള്ളത്. ഈ 3 പേരുമാണ് ഓൾമോസ്റ്റ് 100% ഷെയറും ഓൺ ചെയ്യുന്നത്. കല്യാൺ സിൽക്സിൻ്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് തൃക്കൂർ സീതാരാമ അയ്യർ പട്ടാഭിരാമനാണ്. അദ്ദേഹം ഓൺ ചെയ്യുന്നത് 51% ഷെയർസാണ് ഓൺ ചെയ്യുന്നത്. ബാക്കി 2 പേരും 22.99% ഷെയർസാണ് ഓൺ ചെയ്യുന്നത്. അതിൽ ഒരാൾ രാമചന്ദ്രൻ തൃക്കൂർ പട്ടാഭിരാമനും രണ്ടാമത്തെ ആൾ സീതാരാമൻ തൃക്കൂർ പട്ടാഭിരാമനുമാണ്. ഇനി നമുക്ക് കല്യാൺ സിൽക്സിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ റിപ്പോർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. റിസർവ് ആൻഡ് സർപ്ലസ് മണി ആയിട്ട് കാണിച്ചിരിക്കുന്നത് 415.92 ലക്ഷം രൂപയാണ്. അതായത് കമ്പനിയുടെ നീക്കിയിരിപ്പ് കാശാണ് ഈ സെക്ഷനിൽ വരുന്നത്. ടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 402 കോടിയാണ്. ടാഞ്ചിബിൾ അസറ്റിൻ്റെ കീഴിലാണ് കമ്പനിയുടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെയുള്ള വാഹനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 111.93 ലക്ഷം രൂപയാണ്. അതായത് മാർച്ച് 2024 കമ്പനിയുടെ കയ്യിൽ ക്യാഷായിട്ടും ബാങ്ക് ബാലൻസായിട്ടും ഉള്ള തുകയാണ് ഈ ഒരു സെക്ഷന് പെടുക. അത് 111 കോടിയാണ്. അങ്ങനെ കമ്പനിയുടെ ടോട്ടൽ അസറ്റായിട്ട് പറയുന്നത് 996.36 ലക്ഷം രൂപയാണ്. ഇനി നമുക്ക് എക്സ്പെൻസ് എത്രയാണെന്നുള്ള കാര്യം നോക്കാം. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 879.43 ലക്ഷം രൂപയാണ്. അവരുടെ സ്റ്റോറുകളിലേക്ക് സ്റ്റോക്ക് വാങ്ങാനായിട്ട് വന്ന ചിലവാണ് ഈ ഒരു സെക്ഷനിൽ പെടുക. അത് 879 കോടിയാണ്. അതാണ് ഇവരുടെ എക്സ്പെൻസ് ലിസ്റ്റിലെ ഏറ്റവും വലിയ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 166.67 ലക്ഷം രൂപയാണ്. അത് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറിയാണ് ഈ ഒരു സെക്ഷനിൽ വരിക. അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 1144.97 ലക്ഷം രൂപയാണ് കല്യാൺ സിൽക്സിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ നെറ്റ് റവന്യൂ ആയിട്ട്, അതായത് കമ്പനിയുടെ ഓപ്പറേഷനിൽ നിന്നുള്ള റവന്യൂ ആയിട്ട് 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ കാണിച്ചിരിക്കുന്നത് 1259.55 ലക്ഷം രൂപയാണ് കല്യാൺ സിൽക്സിൻ്റെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ വരുമാനം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 114.58 ലക്ഷം രൂപയാണ്. അപ്പോൾ കമ്പനികൾ എങ്ങനെയാണ് ടാക്സ് കുറയ്ക്കുക അല്ലെങ്കിൽ ടാക്സ് ലാഭിക്കുക എന്ന് ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കല്യാൺ സിൽക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 114 കോടിയാണ്. അതായത് അവരുടെ ഷോറൂമുകളിലൊക്കെ വിൽപ്പന നടന്നിട്ട് കിട്ടിയേക്കണ ലാഭം എന്ന് പറഞ്ഞ് 114 കോടിയാണ് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ. അതിൻ്റെ ഒപ്പം അതർ ഇൻകമായിട്ടൊരു 18 കോടി കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 136 കോടിയുണ്ട്. അപ്പോൾ നേരെ പോയി ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അവർ 136 കോടിക്കുള്ള ടാക്സ് അടയ്ക്കണം. അതിൻ്റെ ഏകദേശം 30% മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതിൽ അവർ ചെയ്തേക്കുന്നത് കമ്പനിയുടെ അസറ്റിലൊക്കെ വരുന്ന ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ, എല്ലാ വർഷവും ഇത്ര ശതമാനം വച്ചിട്ട് ഓരോ അസറ്റിലും അതിൻ്റെ വിലയ്ക്ക് കുറവ് വരും. അതിനെയാണ് ഈ ഒരു എക്സ്പെൻസ് പെടുത്തുക. അത് അതിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഇത് 100 കോടിയിലേക്ക് എത്തി. അപ്പോൾ അതിനുശേഷം ഫിനാൻസ് കോസ്റ്റ് എന്നും പറഞ്ഞിട്ട് 26 കോടി വീണ്ടും കുറച്ചു. ഫിനാൻസ് കോസ്റ്റ് കമ്പനി എടുത്തേക്കുന്ന ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ തിരിച്ചടവ് വരുന്ന അതിൻ്റെ ഇൻട്രസ്റ്റാണ് ഇതിൽ കുറയ്ക്കുക. അപ്പോൾ അതും കൂടെയും കുറച്ചു. അപ്പോൾ അതിനുശേഷം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് 73.34 ലക്ഷം രൂപയാണ്. 136 കോടിക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അവർ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസും ഫിനാൻസ് കോസ്റ്റിൻ്റെ എക്സ്പെൻസും കൂടി അതിൽ നിന്ന് കുറച്ചിട്ട് ഫൈനലായിട്ട് ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് 73 കോടിയാക്കി, ഏകദേശം പകുതിയാക്കി. അപ്പോൾ ഇനി 73 കോടിയുടെ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അത് അവർ അടച്ചേക്കുന്നത് 28.98 ലക്ഷം രൂപയാണ് അവർ ഇതിന് ടാക്സ് ആയിട്ട് അടച്ചേക്കണത്. അങ്ങനെ ഫൈനൽ പ്രോഫിറ്റായിട്ട് കാണിച്ചേക്കുന്നത്
44 കോടി. ഇത് തികച്ചും ലീഗലായിട്ടുള്ള കാര്യമാണ്. എല്ലാ കമ്പനികളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ ഇല്ലീഗലായിട്ടൊന്നുമില്ല. ഇത് നിയമം അനുവദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനികളൊക്കെ ടാക്സ് ലാഭിക്കുന്നതും ടാക്സ് കുറച്ച് അടയ്ക്കുന്നതും.